നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ അതിഗംഭീരമായി മുന്നോട്ട് പോകുകയാണ്. കേരളത്തിലുടനീളമുള്ള മുക്കിലും മൂലയിലും നിന്നെല്ലാം ലഹരി സംഘങ്ങളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ കയ്യടിയാണ് കിട്ടുന്നത്. പിണറായി വിജയന്റെ കാലത്തും ഇതേ പോലീസ് തന്നെയായിരുന്നു. പക്ഷേ ലഹരി റാക്കറ്റുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അന്നത്തെ പോലീസിന് വലിയ പിഴവുകളാണ് സംഭവിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ പോലീസ് മാറിയിട്ടൊന്നുമില്ല, അതേ പോലീസ് തന്നെയാണ്. മാറിയത് വകുപ്പ് മന്ത്രിയാണ്. അതോടുകൂടി വലിയ നീക്കങ്ങൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ അത് വലിയ വിജയത്തിലേക്ക് തന്നെ എത്തും എന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. കാരണം ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ്, ജനപിന്തുണയോടുകൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം ഉള്ളത് കൊണ്ട് തന്നെ ലഹരി സംഘങ്ങൾ എവിടെയൊക്കെയാണോ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് വലിയൊരു വിജയമാകാൻ, ഈ പദ്ധതി വലിയൊരു വിജയമാകാൻ കാരണം. എന്നാൽ ഇപ്പോൾ തൂഫാൻ പോലീസിന് നേരെ വലിയ നീക്കങ്ങളാണ് ലഹരി റാക്കറ്റുകൾ നടത്തുന്നത്. തൂഫാൻ പോലീസിലെ സംഘത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ അപായപ്പെടുത്താനുള്ള നീക്കങ്ങളുമൊക്കെ ഈ ലഹരി സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലഹരി സംഘങ്ങളെ പൂട്ടാൻ ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന അപകടങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജപാളയം മുതൽ പിറ്റ്ബുൾ, ബെൽജിയം മലനോയ്സ് വരെ ഇത്തരത്തിലുള്ള നായ്ക്കളെ ഇറക്കിയാണ് പോലീസിനെ വേട്ടയാടാൻ ലഹരി സംഘങ്ങൾ ശ്രമിക്കുന്നത്. 10ഉം 20ഉം വേട്ടപ്പട്ടികളെ ഇറക്കി അങ്ങ് വിടുകയാണ് പോലീസിന് നേർക്ക്. പോലീസിനെ കടിച്ചു കീറാൻ ഈ നായ്ക്കൾ കുരച്ചടുക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി പോലീസിന് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്നാൽ ഇതിനെ ഒന്നും വകവയ്ക്കാതെ കൃത്യമായ ഇടപെടലാണ് പോലീസ് നടത്തുന്നത്. ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നീക്കം നടത്തണമെന്നാണ് ആഭ്യന്തര മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഈ ലഹരി സംഘങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും പോലീസിന് നിർദ്ദേശമുണ്ട്. ശക്തമായ പോരാട്ടം സർക്കാർ നടത്തുമ്പോൾ ജനങ്ങളും അതിനോടൊപ്പം ചേരുകയാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിൽ വലിയ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായി പദ്ധതി മോണിറ്റർ ചെയ്യുകയോ നടപ്പാക്കുകയോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തില്ല. മാത്രമല്ല, പിടികൂടുന്ന കാരിയർമാരിൽ കേസ് അവസാനിപ്പിക്കുന്ന പ്രവണതയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൽ കയറിയതോടെ വൻ പൊളിച്ചെഴുത്ത്. പറച്ചിലല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം. സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽക്കുന്ന സംഘങ്ങളെയൊക്കെ കയ്യോടെയാണ് തൂക്കിപ്പെറുക്കി അകത്തിടുന്നത്. ഇത് കൂടാതെ കാരിയർമാർ പിടിക്കപ്പെടുമ്പോൾ അവരിൽ മാത്രം അന്വേഷണം അവസാനിപ്പിക്കാതെ അതിന്റെ ഉന്നതങ്ങളിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും പിടികൂടുന്ന ഒരു നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരിയർമാരിൽ നിന്ന് ഏജന്റുമാരിലേക്കും, ഏജന്റുമാരിൽ നിന്ന് അതിന്റെ തല ആരാണോ അവിടങ്ങളിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ ശക്തമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൂഫാൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ പല വഴിയാണ് ലഹരി സംഘങ്ങൾ ഇപ്പോൾ പയറ്റുന്നത്. എന്നാൽ ഒന്നും അത്ര അങ്ങോട്ട് ഏൽക്കുന്നില്ല. മഫ്തിയിലൊക്കെ എത്തിയാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. ഒരാളെ പിടികൂടുമ്പോൾ അയാളിൽ നിന്ന് കൂട്ടത്തിലുള്ളവരുടെ മുഴുവൻ വിവരവും ശേഖരിക്കുകയാണ്. തുടർന്ന് ചെയിനായി പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങളെ മുഴുവൻ പിടികൂടുന്നു. പോലീസിനെ നേരിടാൻ ഇതോടെയാണ് വലിയ രീതിയിൽ നായ്ക്കളെ ഇറക്കാൻ ഇപ്പോൾ ലഹരി സംഘങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത്. അതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതും. കുതിച്ച് പായുന്ന ബൈക്കിൽ ഇറച്ചി കഷ്ണം കൊളുത്തിയിടും. ഈ ഇറച്ചി കടിച്ചെടുക്കാൻ നായ്ക്കൾ പിന്നാലെ കുതിക്കും. തമിഴ്നാട്ടിലെ ഊരുകളിൽ രാജപാളയം, കന്നിച്ചിപ്പിപ്പാറ തുടങ്ങിയ വേട്ട നായ്ക്കൾക്ക് കിട്ടുന്ന അതേ പരിശീലനമാണ് ലഹരി വിൽപ്പനക്കാരുടെ വീട്ടിലുള്ള നായ്ക്കൾക്ക് കിട്ടുന്നതെന്ന് പോലീസ് പറയുന്നു. ലഹരി മരുന്ന് സൂക്ഷിക്കുന്ന ഭൂരിപക്ഷം പേരും വീടുകളിൽ നായ്ക്കളെ വളർത്താറുണ്ട്. അക്രമകാരികളായ റോഡ് വീലർ, പിറ്റ്ബുള്ള്, ബെൽജിയം മലനോയ്സ്, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ നായ്ക്കളോടാണ് ലഹരി സംഘങ്ങൾക്ക് പ്രിയം. പോലീസിന്റെ സാന്നിധ്യം ഇവ പെട്ടെന്ന് തിരിച്ചറിയും. ഇതിനായി പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. പോലീസ് വീട്ടിൽ കയറുന്ന നേരം കൊണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാം. 2023 കോട്ടയം നട്ടാശ്ശേരിയിൽ കഞ്ചാവ് തേടിയെത്തിയ പോലീസുകാർക്ക് നേരെ പിറ്റ്ബുൾ ഇനത്തിലുള്ള നായ്ക്കളെ അഴിച്ചുവിട്ട് റോബിൻ ജോർജ് എന്നയാൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ഇതുപോലെയുള്ള അത്തരം നീക്കങ്ങൾ നമ്മൾ അധികം കേൾക്കാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുന്നു. കാരണം ഓപ്പറേഷൻ തൂഫാൻ പലരെയും വിറപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്.
ഇതുവരെ പോലീസ് കയറാതിരുന്ന എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ കയറുന്നുണ്ട്. ഹോട്ടലുകളിലും സ്പാകളിലും തുടങ്ങി എല്ലാ മേഖലയിലും പോലീസ് അരിച്ചു പെറുക്കുന്നുണ്ട്. അതോടുകൂടി ഇവർക്ക് എവിടെയും ഒളിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. ഗത്യന്തരമില്ലാതെ നാട് നീളെ ഓടുകയാണ് ലഹരി സംഘങ്ങൾ. പലരും പോലീസ് എത്തുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ ഇവരുടെ കൈവശമുള്ള ലഹരി വസ്തുക്കൾ നശിപ്പിക്കാൻ നീക്കവും നടത്തുന്നുണ്ട്. ഇതോടെ ലഹരി സംഘങ്ങൾ സ്വയം ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു വാർത്ത വന്നിരുന്നു. 19 വയസ്സുകാരൻ 20 നായ്ക്കളെയാണ് എക്സൈസ് സംഘത്തിന് മുൻപിലേക്ക് തുറന്നുവിട്ടത്. നായ്ക്കളെ മറയാക്കി തൂഫാൻ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തിൽ നിന്ന് യുവാവ് ഓടി രക്ഷപ്പെട്ടു. ആ വാർത്തയും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. പോലീസ് വീട് വളഞ്ഞതോടെ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ കുരച്ച് ബഹളം വെച്ചു. ഈ തക്കത്തിലായിരുന്നു യുവാവ് വീട്ടിൽ നിന്ന് ഓടിയത്. വെള്ളിയാഴ്ച രാത്രി പായിപ്പാട് പള്ളിക്കച്ചിറയിലായിരുന്നു ഈ സംഭവം. ഇളപ്പുങ്കൽ പുതുപ്പറമ്പിൽ സൽമാൻ ഖാൻ ആയിരുന്നു കടന്നു കളഞ്ഞത്. 7 ഗ്രാം MDMA ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമും തൃക്കൊടിത്താനം പോലീസുമായിരുന്നു പരിശോധനയ്ക്കെത്തിയത്. സൽമാൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് എത്തുകയായിരുന്നു. വീടിനടുത്തേക്ക് മഫ്തിയിൽ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കൂട്ടിൽ കിടന്ന 3 നായ്ക്കൾ കുരച്ചു. പോലീസ് തൊട്ടടുത്തെത്തിയതിനാൽ നായ്ക്കളെ തുറന്നുവിടാനുള്ള സാവകാശം സൽമാന് കിട്ടിയില്ല. പായിപ്പാട് മേഖലയിൽ ലഹരി മരുന്ന് വിതരണത്തിന്റെ മുഖ്യ കണ്ണിയാണ് ഇയാൾ. ഒട്ടേറെ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഈ സൽമാനെ കുറിച്ച് വിവരം കിട്ടുന്നത് മറ്റൊരാൾ പിടിയിലായതോടെയാണ്. അയാളിൽ നിന്നാണ് പോലീസിന് സൽമാനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി പായിപ്പാട് പള്ളിക്കത്തോട് കറുകൊറ്റയിൽ വീട്ടിൽ സജിത്ത് സാജൻ പിടിയിലായിരുന്നു. കുന്നുംപുറം ഭാഗത്ത് പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു ഇയാളുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ചെടുത്തത്. ഇയാളിൽ നിന്നായിരുന്നു സൽമാനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടുന്നത്. ഇങ്ങനെയാണ് സൽമാന്റെ പക്കൽ MDMA ഉണ്ടെന്ന് പോലീസ് അറിയുന്നതും ഇയാളുടെ വീട്ടിൽ റെയ്ഡിനെത്തുന്നതും. ഇതുകൂടാതെ ഇപ്പോൾ വലിയൊരു നീക്കം ലഹരി സംഘങ്ങളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരിയുമായി പിടിയിലായതിന് പിന്നാലെ രാഷ്ട്രീയം ചർച്ചയാകുന്നതിനാൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വലിയ ശുദ്ധീകരണം നടത്തുകയാണ് ലഹരി കടത്തുകാർ. പാർട്ടിയുമായും രാഷ്ട്രീയവുമായും ബന്ധപ്പെട്ട ചിത്രങ്ങളും കുറിപ്പുകളും ഒക്കെ ഇവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലർ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്യുന്നുമുണ്ട്. മുൻപ് പോലീസിന് തങ്ങളോടുണ്ടായിരുന്ന അനുഭാവം ഭരണമാറ്റത്തിനൊപ്പം മാറിയെന്ന നിഗമനം ഈ ലഹരി സംഘങ്ങൾക്കുണ്ട്. അതായത് മുൻപ് ലഹരി സംഘങ്ങളെ സഹായിക്കുന്ന ഉന്നത പോലീസുകാർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നടക്കുന്നില്ല. കഴിഞ്ഞൊരു ദിവസമായിരുന്നു MDMA വേട്ടയ്ക്കിടെ DYFI തൃക്കൊടിത്താനം മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന ജെയ്ത്ത് പിടിയിലായത്. ഈ കേസിൽ തന്നെ പിന്നാലെ പിടിയിലായ ചീരഞ്ചിറ പുതുപ്പറമ്പിൽ സനൂപ് ഷാജിയും DYFI പ്രവർത്തകനായിരുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. തൂഫാൻ പരിശോധനയിൽ വ്യാപകമായി അനുഭാവികൾ പിടിയിലാകുന്നത് CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ട ജെയ്ത്തിന് വേണ്ടി പാർട്ടി ഭാരവാഹിത്വമുള്ള അഭിഭാഷകൻ ഹാജരായതും വലിയ വിവാദമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പാലാത്ര ബൈപ്പാസ് റോഡിൽ കടയിൽ കയറി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ജെയ്ത്തിന് വേണ്ടി എത്തിയതും പാർട്ടി ഭാരവാഹിത്വമുള്ള അഭിഭാഷകനായിരുന്നു. പാർട്ടിക്കാർ ഉൾപ്പെടെ ആര് ലഹരി കേസിൽപ്പെട്ടാലും അവരെ എല്ലാവരെയും തൂക്കിയെടുത്തിരിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കണ്ട എന്ന് തന്നെയാണ് ഉത്തരവ്. അതിനിപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരായാലും SFI DYFIക്കാരാണെങ്കിലും ABVPക്കാരാണെങ്കിലും ആരായാലും ലഹരിയുമായി പിടിക്കപ്പെട്ടാൽ ഒരെണ്ണത്തിനെ വെറുതെ വിടരുത് എന്നാണ് ഉത്തരവ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായ ലഹരി വിരുദ്ധ റെയ്ഡുകളിൽ കഴിഞ്ഞ ദിവസം 109 കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 131 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം ഒരേ സമയം നടത്തിയ റെയ്ഡിൽ മിക്ക ജില്ലകളിൽ നിന്നും ലഹരി വസ്തുക്കളുമായി നിരവധി പേരെയാണ് പിടികൂടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ വലിയ തോതിലാണ് അകത്തായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ കാരിയർമാരായും ഏജന്റുമാരായിട്ടുള്ള സ്ത്രീകൾ വരെയുണ്ട്. ഈ ലഹരിക്കടത്ത് റാക്കറ്റുകളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെയുണ്ട്. എന്തായാലും വലിയൊരു ശുദ്ധീകരണമാണ് ഇപ്പോൾ ലഹരി വിഷയത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ ഈ പദ്ധതി കൃത്യമായി മുൻപോട്ട് പോകുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് കേരളം പറയുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് ഈ ഒരു പദ്ധതി മുറിഞ്ഞു പോകുകയോ ഇതിന്റെ റെയ്ഡുകളും പരിശോധനകളും ഒന്നും മുറിഞ്ഞു പോകുകയും ചെയ്യരുതെന്ന് ആഭ്യന്തരമന്ത്രിയോടാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ലഹരി റാക്കറ്റുകളാണ്. ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. അവരെ മുച്ചൂടും അറുത്തു മാറ്റേണ്ടത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം കൊച്ചു കുട്ടികളിലേക്ക് വരെയാണ്
ഈ പറയുന്നത് പോലെ മാരക ലഹരി വസ്തുക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച ലഹരി സംഘങ്ങൾ ശക്തമായ പ്രവർത്തനങ്ങൾ റിപ്പീറ്റാണ്. സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങൾ നിരീക്ഷണം നടത്തി ഒരു വലയം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വലയം പൊളിച്ചടുക്കി കേരളത്തെ രക്ഷിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. എന്തായാലും ഈ ഒരു പദ്ധതി ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ സർക്കാർ നടത്തുന്നത് ഏറ്റവും ഉപകാരപ്രദമാണ്. കാരണം ലഹരി മാഫിയകൾക്കെതിരെ അവരെ മുച്ചൂടും ഇല്ലാതാക്കാൻ പോലീസിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. അതിന് ഈ പറയുന്ന സമൂഹത്തിലെ ഓരോ മനുഷ്യരുടെയും സമൂഹത്തിന്റെയും സംഘടനകളുടെയും ഒക്കെ പിന്തുണ ആവശ്യമാണ്. ലഹരിക്കെതിരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേരളവും സർക്കാർ സംവിധാനങ്ങളും. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിയുടെ കണ്ണികൾക്കെതിരെ ആഞ്ഞടിക്കുന്നു. ലഹരി മാഫിയയുടെ വേരറുക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. ഇതിനായി ഏതറ്റം വരെയും പോകുമെന്നും എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രിയും ഉറപ്പ് നൽകുന്നു. ഓപ്പറേഷൻ തൂഫാനിൽ എടുക്കുന്ന കേസുകളിൽ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകുമ്പോൾ അത് 100% ഒരു ഉറപ്പ് തന്നെയാണെന്ന് കേരളം ഇപ്പോൾ വിശ്വസിക്കുകയാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ചുരുങ്ങിയ മാസത്തിനുള്ളിൽ തന്നെ വലിയ ഒരു പൊളിച്ചെഴുത്തിന് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.